الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്ത് ഹൂദിലെ 61-ാമത്തെ സൂക്തമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره هو أنشأكم من الأرض واستعمركم فيها فاستغفروه ثم توبوا إليه إن ربي قريب مجيب. وإلى സമൂദ് ഗോത്രത്തിലേക്ക് വിഭാഗത്തിലേക്ക് നാം നിയോഗിച്ചു. അഖാഹും സ്വാലിഹൻ, അവരുടെ സഹോദരനായ സ്വാലിഹ് അലൈഹിസ്സലാമയെ. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുക, അള്ളാഹുവിനെ ആരാധിച്ചു ജീവിക്കുക. മാ ലക്കും, നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരു ദൈവവുമില്ല, ഒരു ആരാധ്യനില്ല. ഹുവ അൻശഅക്കും മിനൽ അർളി, അവനാണ് ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ച് വളർത്തിയത്. വസ്തഅമറക്കും ഫീഹ, അവിടെ അധിവസിപ്പിച്ചതും, അവിടെ താമസിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അധിവസിപ്പിച്ചതും അവനാണ്. ഫസ്തഗ്ഫിറൂഹ്, ആയതുകൊണ്ട് നിങ്ങൾ അവനോട് പാപമോചനത്തിന് പ്രാർത്ഥിക്കണം. സുമ്മ തൂബു ഇലൈഹി, അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും വേണം. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ രക്ഷിതാവ്, എൻ്റെ നാഥൻ, ഖരീബ്, സമീപസ്ഥനാണ്, മുജീബ്, ഉത്തരമേകുന്നവനുമാണ്. ഒന്നുകൂടെ അർത്ഥം അറിയാം. വഇലാ സമൂദ അഖാഹും സ്വാലിഹൻ, സമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരനായ സ്വാലിഹിനെ നാം ദൂതനായി നിയോഗിച്ചു. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുക. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ദൈവവുമില്ല, ഒരു ആരാധ്യനില്ല, ഒരു ഇലാഹില്ല. ഹുവ അൻശഅക്കും മിനൽ അർളി, ഭൂമിയിൽ അവൻ നിങ്ങളെ സൃഷ്ടിച്ചു വളർത്തി. വസ്തഅമറക്കും ഫീഹ, അവൻ അവിടെ സൗകര്യത്തോടു കൂടി നിങ്ങളെ അധിവസിപ്പിച്ചു. ഫസ്തഗ്ഫിറൂഹ്, ആയതുകൊണ്ട് നിങ്ങൾ അവനോട് പാപമോചനത്തിന് തേടണം. സുമ്മ തൂബു ഇലൈഹി, അത് മാത്രം പോരാ, അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം, പശ്ചാത്തപിച്ച് മടങ്ങണം. ഇന്ന റബ്ബി ഖരീബും മുജീബ്, തീർച്ചയായും എൻ്റെ നാഥൻ ഖരീബാണ്, ഏറെ അടുത്തുള്ളവനാണ്, മുജീബ്, ഉത്തരമേകുന്നവനുമാണ്. കഴിഞ്ഞ ഏതാനും സൂക്തങ്ങളിൽ ഹൂദ് നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ചായിരുന്നു ചർച്ച ചെയ്തിരുന്നു. അഹ്ഖാഫ് എന്നാണ് ഹൂദ് നബി അലൈഹിസ്സലാമയുടെ ജനതയുടെ വാസസ്ഥലത്തിന് പേര് പറയും, അഹ്ഖാഫ്. ഹൂദ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടതിനെ സംബന്ധിച്ച് ഇന്നലെ നമ്മൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തിയത് എന്നുള്ളതിന് കൃത്യമായ ഒരു ഉത്തരം ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല. ഞാൻ പിന്നെ ഒന്നുകൂടി അത് പരിശോധിച്ചു. ചരിത്രത്തിൽ പല അഭിപ്രായങ്ങൾ കാണാം. അദ്ദേഹം ഒരു മലഞ്ചെരുവിലേക്ക് തൻ്റെ സഹോദരന്മാരെയും കൂട്ടി രക്ഷപ്പെട്ടു എന്നുള്ളതിൽ കവിഞ്ഞു ഇന്ന പ്രദേശത്തേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത് എന്ന് പറയാൻ തക്ക വിധത്തിൽ കൃത്യമായ രേഖകളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല.
ഇവിടെ ഇനി പറയുന്നത് സമൂദ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ചാണ്. അവർ താമസിക്കുന്ന പ്രദേശത്തിന് ഹിജ്ർ പ്രദേശം എന്നാണ് പറയുക. ഹിജ്ർ, അത് സൂറത്ത് ഹിജ്ർ എന്ന് പറഞ്ഞിട്ടൊരു സൂറ ഉണ്ടല്ലോ, സൂറത്തുൽ ഹിജ്ർ. അതിൽ അദ്ദേഹത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ ജനതയെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. അത് മക്കയിൽ നിന്ന് ഏകദേശം 700 കിലോമീറ്റർ അകലെയാണ്. മദായിനു സ്വാലിഹ്, ഇന്നതിൻ്റെ പേര് മദായിനു സ്വാലിഹ് എന്നാണ്. ഇന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ, ആ ജനതയുടെ അവശിഷ്ടങ്ങൾ അവിടെയുണ്ട്. പർവ്വതങ്ങൾ തെരഞ്ഞെടുത്ത് വീടുകൾ ഉണ്ടാക്കിയതിൻ്റെ, പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ പാറ, വലിയ പാറകൾ തുരന്ന് അതിൽ താമസ സൗകര്യം ഒരുക്കി. ഒരു വീടിന് എന്തൊക്കെ സൗകര്യം വേണം അതൊക്കെ ഉണ്ടാക്കി. അതുപോലെ അവിടെ അവരുടെ മഖ്ബറകൾ വളരെ ആകൃതിയിൽ, അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനത്തെ ഒരു ജനവിഭാഗമായിരുന്നു അവർ. എന്ന് വെച്ചാൽ ശാരീരികമായും അല്ലെങ്കിൽ കായികമായും ഇങ്ങനെയുള്ള കൊത്തുപണികൾ നിർമ്മിക്കുന്ന വിഷയത്തിലും ഒക്കെ വളരെ കഴിവുണ്ടായിരുന്ന ആളുകൾ, വളരെ അറിവുണ്ടായിരുന്ന ആളുകളായിരുന്നു അവരെന്നാണ് സാലിഹ് നബി അലൈഹി സ്വലാമയുടെ ജനതയെ സംബന്ധിച്ച് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നൂഹ് നബി അലൈഹി സ്വലാമക്ക് ശേഷം നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഒന്നാമത്തെ ആൾ ഹൂദ് നബി അലൈഹി സ്വലാം, രണ്ടാമത്തെ ആളാണ് സാലിഹ് നബി അലൈഹി സ്വലാം. അപ്പോൾ ഇതെന്തിനാണ് അറബികളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിക്കുന്നത്? ആർക്കാ? ഇത് ഖുറൈശികൾക്കാണല്ലോ, ഖുറൈശികൾക്കാണ്. അന്ന് ഏകദേശം 2000 വർഷത്തിൻ്റെ മുമ്പ് അല്ലെങ്കിൽ 2500ഓളം വർഷം മുമ്പ് നടന്നൊരു സംഭവം അവരെ ഓതി കേൾപ്പിക്കുന്നത്. അവർ ഈ പ്രവാചകന്മാരെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾ പൂർവ്വ പ്രവാചകന്മാരായ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് ഇവരൊക്കെ വിശ്വസിക്കുന്നു, ഇസ്മായിൽ അലൈഹിസ്സലാം. പക്ഷേ അവരുടെ പാതയിൽ യഥാർത്ഥത്തിൽ നിന്നുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് പൂർവ്വ പ്രവാചകന്മാരെ പറഞ്ഞ് നിങ്ങൾ അതിലാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നതിന് പകരം നിങ്ങൾ ആ പാതയിൽ യഥാർത്ഥത്തിലുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ അദ്ദേഹത്തെ ഉപദ്രവിക്കാനാണ് തുനിയുന്നതെങ്കിൽ പൂർവ്വപ്രവാചകന്മാരുടെ ജനതയ്ക്ക് സംഭവിച്ചതുപോലെയുള്ളത് നിങ്ങൾക്കും സംഭവിച്ചു കൂടായികയില്ല, അഥവാ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ട് കൂടായികയില്ല എന്ന് അവരെ ഉണർത്തുകയാണ് അല്ലാഹു തആല. അതിനാണ് ഈ അറബികൾക്ക് ഈ ചരിത്രം പറഞ്ഞു കേൾപ്പിക്കുന്നത്, നമുക്കും ഇത് പറഞ്ഞു തരുന്നത് അതിനു വേണ്ടിയിട്ടാണ്. വഇല സമൂദിലേക്ക് അഖാഹും അവരുടെ സഹോദരനെ, സ്വാലിഹൻ സഹോദരനായ സ്വാലിഹിനെ, അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതിലേക്ക് വൈല ആദിൻ അഖാഹും ഹൂദൻ ഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അത് 50-ാമത്തെ ആയത്തിൽ വന്നു തന്നെയാണ്. 50-ാമത്തെ ആയത്തിൽ വന്നതാണ് ഈ 61-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗം. ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് സാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടുള്ളത്. വൈല സമൂദ അഖാഹും സ്വാലിഹൻ ഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാനതിന് വിശദീകരിക്കണില്ല. നൂഹ് നബി അലൈഹി സ്വലാമയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്, ഹൂദ് നബി അലൈഹി സ്വലാമയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. ഹുവ അൻശഅക്കും, എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഖലഖ എന്നുള്ളതിൻ്റെ തന്നെ ഒരു പര്യായമാണ്. ഖലഖ പറഞ്ഞാൽ സൃഷ്ടിച്ചു എന്നാണല്ലോ, സൃഷ്ടിക്കുക എന്ന ആ ഖലഖ എന്ന് പറഞ്ഞാൽ രൂപം പടച്ച് അതിന് ജീവനേകി. അൻഷാ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് വളരാൻ ആവശ്യമായ എല്ലാ സംവിധാനവും ഒരുക്കി. അൻഷാ എന്ന് മീൻസ് താഴ്മറ എന്ന് പറഞ്ഞാൽ അൻഷാറിനെ വളർത്തി എന്നാണ് അൻഷാറിനെ. മനുഷ്യനെ വളർത്തി പറഞ്ഞാൽ എന്താണ്? സൃഷ്ടിച്ചു. ആ സൃഷ്ടി മാതാവിൻ്റെ ഗർഭാശയത്തിലൂടെ പുറത്ത് വന്ന് കുഞ്ഞായി മാറി. ആ കുഞ്ഞ് ഇപ്പോൾ ഇന്ന് നമ്മളൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വിധത്തിൽ നമ്മളെ അല്ലാഹു തആല വളർത്തി. ലോകത്തുള്ള ഓരോരുത്തരെയും, ഏറ്റവും ഉയർന്നവനെയും ഏറ്റവും താഴ്ന്നവനെയും വളർത്തേണ്ട വിധത്തിലൊക്കെ അല്ലാഹു തആല വളർത്തിയതാണ് അൻശഅക്കും മിനൽ അർളി. ഭൂമിയിൽ നിന്ന് അവൻ നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഭൂമിയിൽ അവൻ നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു. വസ്തഅമറക്കും ഫിഹ. ഇസ്തഅമറ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഇവിടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും. ഇമാറത്ത് നമ്മളെ അറിയാലോ, ഇമാറത്തുൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? പള്ളി നിർമ്മിക്കുകയും
പള്ളിയിൽ ആവശ്യമായ സംവിധാനങ്ങളൊക്കെ നമസ്കരിക്കുന്നവർക്ക് ഒരുക്കുകയും നമസ്കരിക്കുന്നവർ അവിടെ ഒരുമിച്ച് കൂടുകയും ചെയ്യുന്ന എല്ലാ പ്രക്രിയക്കും ഇമാറത്ത് എന്നാണ് പറയുക. ഇമാറത്തുൽ മസ്ജിദ്, പള്ളി പരിപാലനം. അത് നമ്മൾ പഠിച്ചല്ലോ സൂറത്ത് തൗബയിൽ പള്ളി പരിപാലിക്കുന്നത് ആരാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് പള്ളി പരിപാലനം എന്ന് പറയാം ഇമാറത്തുൽ മസ്ജിദ്. ഇമാറത്ത് പറഞ്ഞാൽ നാഗരികത എന്നർത്ഥമുണ്ട്. നാഗരികത എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നാട്ടിലെ സംസ്കാരവും അവിടെയുള്ള സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ വളർന്ന് വികസിച്ച് വരുന്നതിനാണല്ലോ നാഗരികത വികസിച്ചു വന്നു എന്ന് പറഞ്ഞു. നമ്മൾ പല നാഗരികതകളെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഇമാറത്ത് എന്ന് പറയും. അതിനൊക്കെ ഉണ്ടായ വാക്ക് തന്നെയാണ് ഇസ്താഴ്മറ. വസ്തഴ്മറക്കും ഫീഹ, അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും അവൻ നിങ്ങൾക്ക് ഒരുക്കി തന്നു. അങ്ങനെ നിങ്ങളെ അവൻ അവിടെ അധിവസിപ്പിച്ച് ഭൂമിയിൽ എല്ലാ കാര്യങ്ങളെയും വളർത്തി വികസിപ്പിച്ച് നിങ്ങളെ സംസ്കാരമുള്ളവരും നാഗരികതയുള്ളവരുമാക്കി മാറ്റി എന്നാണ് വസ്തഅ്മറക്കും ഫീഹ. അതുകൊണ്ട് നമ്മൾ അതിന് അൻഷഅ എന്നുള്ളതിനും ഇസ്തഅ്മറ എന്നുള്ളതിനും അവിടെ ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി നിങ്ങളെ അവൻ അവിടെ വളർത്തി. വസ്തഅ്മറക്കും ഫീഹ, അവിടെ എവിടെ? ഭൂമിയിൽ ഇന്ന് കാണുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇസ്തിഅ്മാർ നടത്തിക്കൊണ്ട് അവൻ നിങ്ങളെ വളർത്തിയിരിക്കുകയാണ്. ഫസ്തഗ്ഫിറു, ആയതുകൊണ്ട് ഇങ്ങനെയുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും നിങ്ങൾ ഒരുക്കി തന്നത് അവനാണെന്നുള്ളത് കൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിക്കുകയും അവനോട് നിങ്ങളുടെ വീഴ്ചകൾക്ക് പാപമോചനത്തിന് തേടുകയും വേണം. ഫസ്തഗ്ഫിറൂഹു, ഇസ്തിഗ്ഫാർ നടത്തുക. സുമ്മ, പിന്നെ അത് പോരാ പിന്നെ എന്ത് വേണം? സുമ്മ തൂബു ഇലൈഹി, അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ഇസ്തിഗ്ഫാർ നടത്തണം, അയിമ അവസാനിപ്പിക്കാൻ പാടില്ല. തൗബ ചെയ്യുന്നതിലേക്ക് ചെയ്യേണ്ട കാര്യത്തിന് തൗബ ചെയ്യുക തന്നെ വേണം. ഒരു വലിയ കരുത്തരായിരുന്നു. അതോടൊപ്പം അവരിൽ ഒരു എന്താ പറയുക, കൊട്ടേഷൻ സംഘം ഗുണ്ടാ സംഘം എന്നൊക്കെ പറയുന്ന ആൾക്കാർ അതിലുണ്ടായിരുന്നു. കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഇന്നുണ്ടല്ലോ വിദേശത്തു നിന്ന് വരുന്നവരെ കൊള്ളയടിക്കുക, പൈസയുമായി പോകുന്നവരെ കൊള്ളയടിക്കുക, തട്ടിക്കൊണ്ടുപോയിട്ട് പണം തട്ടിയെടുക്കുക. അന്നതൊരു വ്യാപകമായ ഏർപ്പാടായിരുന്നു. അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഫസ്തഗ്ഫിറൂഹു വതൂബു ഇലൈഹി. നിങ്ങൾ അള്ളാഹുവിനോട്, പ്രവാചകൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ അവനോട് പാപമോചനത്തിന് തേടണം, അവനോട് നിങ്ങൾ തൗബ ചെയ്യണം. ഇന്ന റബ്ബി ഖരീബും മുജീബ്, എൻ്റെ നാഥൻ ഖരീബാണ്, മുജീബാണ്. ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള, മുജീബ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനക്ക് ആവശ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നവൻ, ആവശ്യ നിവൃത്തി വരുത്തി തരുന്നവൻ എന്നാണ്. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. വൈല സമൂദ അഖാഹും സ്വാലിഹൻ, സമൂദ് ഗോത്രത്തിലേക്കാണല്ലോ ഒട്ടകത്തിനെയൊക്കെ അല്ലാഹു തആല അത്ഭുതമായി നിയോഗിച്ചത്. അതൊക്കെ ഇനി വരുന്നുണ്ട്, നമ്മൾ വരും സൂറകളിലൊക്കെ അത് വരും. വൈല സമൂദ അഖാഹും സ്വാലിഹ് നബി അലൈഹിസ്സലാമയെ സമൂദ് ഗോത്രത്തിലേക്ക്, അവരുടെ സഹോദരനായ സ്വാലിഹിനെ നാം സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിച്ചു. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അള്ളാഹുവിനെ വഴങ്ങി അവന് കീഴ്പ്പെട്ട് അവനെ അംഗീകരിച്ച് അവനെ ആരാധിച്ച് ജീവിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ നിങ്ങൾക്ക് ആരാധ്യനായി ദൈവമായി ഇലാഹായി ആരുമില്ല തന്നെ. ഹുവ അൻശഅക്കും മിനൽ അർളി, ഭൂമിയിൽ അവനാണ് നിങ്ങളെ വളർത്തിയത്. വസ്തഅ്മറക്കും ഫീഹ, അവിടെ നിങ്ങൾക്ക് ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ഒരുക്കി നിങ്ങളെ അധിവസിപ്പിക്കുകയും ചെയ്തു. ഫസ്തഗ്ഫിറൂഹ്, നിങ്ങൾ അവനോട് പൊറുക്കലിനെ തേടണം. സുമ്മ തൂബു ഇലൈഹി, പിന്നെ നിങ്ങൾ അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും വേണം. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ രക്ഷിതാവ്, ഖരീബുൻ, ഏറെ സമീപസ്ഥനാണ്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ദൈവത്തെ നിങ്ങൾക്ക് നേർക്ക് നേരെ വിളിക്കാം. മറ്റൊരാളിലൂടെ വളഞ്ഞ അവനിലേക്ക് പോകാൻ കഴിയില്ല. അടുത്തുള്ളവനെ വിളിക്കുക എന്ന് പറയുന്നത് ഏറെ എളുപ്പമുള്ളൊരു സംഗതിയാണ്. നമ്മൾ അള്ളാഹുവിനെ പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അൽ-ബഖറ 186 അത് പറഞ്ഞിട്ടുണ്ട്. നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞു വരുന്നതിനിടയിൽ അൽ-ബഖറ 186 അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ, അള്ളാഹു തആല നമ്മുടെ അടുത്തുണ്ട് എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന റബ്ബി ഖരീബും മുജീബാണ്, ഉത്തരമേകുന്നവൻ, ഇജാബത്ത് നൽകുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അപ്പക്കപ്പള നിവർത്തിച്ചു കൊള്ളണമെന്നില്ല.
എന്നാൽ നിവർത്തിക്കേണ്ടത് അവൻ ഉടനെ തന്നെ നിവർത്തിച്ച് തരും. ചിലതൊന്നും നമുക്ക് തരൂല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടത്, ചിലതൊന്നും ചോദിച്ചാൽ തരൂല. എന്താ വെച്ചാൽ എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എനിക്കിപ്പോൾ അത് എൻ്റെ അടുത്ത് തന്നാൽ കുട്ടീൻ്റെ അടുത്ത് കത്തി കൊടുത്ത മാതിരിക്കാരം. എന്താ സംഭവിക്കുക? എനിക്കത് അപകടമാവും. ഇപ്പം ഒരു മര്യാദക്ക് അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് പോവുകയാണ്. അതിൽ നിന്ന് മാറും. ചിലപ്പോൾ ഒരുപാട് സമ്പത്ത് തന്നാലും ഒരുപാട് ആരോഗ്യം തന്നാലും അത് നമുക്ക് ദോഷമായതുകൊണ്ട് ചിലപ്പോൾ അള്ളാഹ് തരൂല. എന്നാലും അതിനുള്ള കൂലി നമുക്കുണ്ട്. അതെവിടെ വെച്ച് കിട്ടും? അത് അള്ളാഹു താല നമുക്ക് പരലോകത്തിലേക്ക് മാറ്റി വെച്ചിരിക്കും. വിചാരണ സന്ദർഭത്തിൽ നമുക്ക് വേണ്ടി അത് അള്ളാഹു താല ഒരിക്കലും നഷ്ടപ്പെടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് തൗബ ചെയ്യേണ്ടതിന് തൗബ ചെയ്തുകൊണ്ട് നമ്മുടെ കുറ്റങ്ങളും തെറ്റുകളും നാഥനോട് ഏറ്റുപറഞ്ഞ് ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.